ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് 045 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് 045 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. എടുത്തു പറയേണ്ട ഒരു കാര്യം, കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ പഞ്ചോൾ ഡിസൈനൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. എടുത്തു വരേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും. ഫോണിൻ്റെ തിക്നെസ് വരിക 7.9 mm ആയിരിക്കും. പിന്നെ IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 8200 അൾട്ടിമേറ്റ് എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറൊക്കെ തന്നെയാണ്. 25,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ മികച്ച പ്രോസസ്സർ എന്നൊക്കെ തന്നെ പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സറാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലും വന്നേക്കാം. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരാൻ ചാൻസ് ഇല്ല. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഈ ഒരു ഫോണിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 108 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇതിൽ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ രണ്ടാമത് 50 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. മികച്ചൊരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ഇതിൽ വന്നേക്കാം. മൂന്നാമത് വലിയ യൂസ് ഒന്നുമില്ലാത്ത 2 MP ഒരു സെൻസർ വരാനാണ് സാധ്യത. പിന്നെ ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറ വന്നേക്കാം. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരാൻ സാധ്യതയുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വന്നേക്കാം. പിന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മലേഷ്യയിൽ ഈ സ്മാർട്ട് ഫോൺ 32,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണിൻ്റെ വില ഇത്രയും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. കാരണം ഇൻഫിനിക്സ് 035 എന്ന സ്മാർട്ട് ഫോൺ 25,000 രൂപയ്ക്ക് താഴെയായിട്ടാണ് വന്നിട്ടുള്ളത്. 23,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫോൺ നമുക്ക് അതിനടുത്ത് വരുന്നൊരു പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് 045 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഇപ്പം പുറത്തു വന്നിട്ടില്ല. ചില റിപ്പോർട്ടുകൾ August 29 എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ലോഞ്ച് ഡേറ്റ് കൺഫേം ആകുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.